ശ്രീ ജോമോൻ, ഇപ്പോൾ ഇഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതീവ ഗുരുതരമായ സൂചനകൾ ആണ്, കണ്ടെത്തലുകൾ ആണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് നിരോധനം നടപ്പിലാക്കിയത്. ഇപ്പോഴിതാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ആശയങ്ങളടക്കം പങ്കുവയ്ക്കുന്ന സംഘടനയാണ് SDPI എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. SDPIയെ നിരോധിക്കേണ്ട സാഹചര്യത്തിലേക്കാണോ എത്തുന്നത്? അങ്ങനെ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അഭിലാഷ്, ഞാൻ ഈ വിഷയം ഏറെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്. കാരണം ഇത് കേവലം ഒരു SDPI PFI എന്ന് പറഞ്ഞ് നമുക്ക് ഒതുക്കേണ്ട ഒരു വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഒരു ട്രെയിനിനെ, അവിടെ തന്നെയുള്ള ഒരു തീവ്രവാദി, ഒരു ജിഹാദി സംഘടന ആ ട്രെയിനിനെ അട്ടിമറിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ നിലവിലുള്ള സർക്കാരിനെ അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് നമ്മൾ തിരിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഒരുപക്ഷെ 2014 ഇവിടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നാളുകളിൽ അതിവിദൂരമല്ലാതെ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ, പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് പോകുന്ന ട്രെയിൻ അട്ടിമറി നടന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ഇവിടെ ഒരു രാജ്യം വേണമെന്ന് പറയുന്ന, ഞങ്ങൾക്ക് ഇവിടെ ഒരു സംസ്ഥാനം വേണമെന്ന് പറയുന്ന നിലവാരത്തിലേക്കൊക്കെ ഈ വിഷയങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ അതീവ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കണം. ഇവിടെ നമ്മൾ വേണമെങ്കിൽ ചോദിച്ചാൽ ഇവിടെ SDPIയുടെ പ്രതി പറയും PFI ആയിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെയൊക്കെയാണ് ഇനി തുടക്കമാണല്ലോ ചർച്ചയുടെ. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ PFI ഞങ്ങൾക്ക് അറിയുക പോലുമില്ല എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ചർച്ച നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ്. അങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തും. അഭിലാഷ്, ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ നമ്മൾ സിറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകണം. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 10,000-കണക്കിന് ക്രൈസ്തവ വിശ്വാസികളെ അവിടെ അതിക്രൂരമായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല. ആർക്കും കേരളത്തിലും, നിഷ്പക്ഷ കേരളത്തിനും ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ചില സംഘടനകളെ വളർന്നു വന്നാലുള്ള ചില ഭവിഷ്യത്തുകൾ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അത് എന്തോ വലിയൊരു ദൈവ ഭാഗ്യം കൊണ്ട് 2014 നമുക്ക് ഇന്ത്യയിൽ മോഡിജി അധികാരത്തിൽ വന്നത് വലിയൊരു ഭാഗ്യം. അത് രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. കാരണം നോക്കൂ, ഞങ്ങളെ ഒരിക്കലും നിങ്ങളിത് BJP വിരോധികളായി ഞങ്ങളെ കാണരുത് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര BJP നേതാക്കളുണ്ടെന്ന് അറിയാം, എത്ര മുസ്ലിം വിരോധികളായിട്ട് ഞങ്ങളെ കാണരുത്. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ കൂടെ എത്രയോ മുസ്ലിം നേതാക്കളുണ്ട്. ഇവിടെ വിഷയം, ദയവ് ചെയ്ത് ഈ വിഷയത്തെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ SDPIയുമായിട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ ചർച്ചകൾ പലതും ഞങ്ങൾ കണ്ടു. പലരും ഇത് ഒരു മതത്തെ അടിസ്ഥാനമാക്കി, BJPയും മുസ്ലിമും നമ്മളെ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ഈ വിഷയത്തെ വ്യതിചലിക്കാൻ ശ്രമിപ്പിക്കുകയാണ്. ഞങ്ങൾ വളരെ 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 ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരത്തിലുള്ള സംഘടനകളുടെ വളർച്ചകൾ നമ്മൾ ലോകത്തെ 2000-ന് ശേഷം എടുത്തു നോക്കണം അഭിലാഷേ. ഈ അറബ് രാജ്യങ്ങളിലേക്ക് നോക്കണം. ചുരുക്കം ചില UAE പോലെയുള്ള, അല്ലെങ്കിൽ കുവൈറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെയുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഈ ആഭ്യന്തര പ്രശ്നങ്ങളില്ലാതെ പോകുന്നുള്ളൂ. ബാക്കിയുള്ള ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ എടുത്ത് നമ്മൾ നോക്കണം. ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് ഇവർ മുഴുവൻ രൂക്ഷിതമായ കലഹത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ പിന്നിൽ എന്താ? ഇവിടെ ഇപ്പൊ ഈ സിറിയയിൽ മാത്രമുള്ളൂ ക്രൈസ്തവ വിഭാഗം. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇവർ തമ്മിലാണ് അടിക്കുന്നത്. ഒരു സഹോദരങ്ങൾ തമ്മിൽ, അവർ അല്ലെങ്കിൽ സുന്നി ഷിയ എന്നൊക്കെ പറഞ്ഞ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇതിന്റെ യഥാർത്ഥ ആ റൂട്ട് കോസിലേക്ക് നമ്മൾ കടന്നു വരണം അഭിലാഷേ. ഇത് മുളയിലെ നുള്ളണം. ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളെ എല്ലാം നമ്മൾ മുളയിലെ നുള്ളിയില്ലെങ്കിൽ നമ്മളിത് വലിയ അനർത്ഥത്തിലേക്ക് പോകും. കേരളം ഒരു വലിയ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നടന്ന സംഭവം നമുക്കറിയാം. കേരളം മുഴുവൻ പൊട്ടിക്കാനുള്ള സ്ഫോടക വസ്തു ഈരാറ്റുപേട്ടയിൽ നിന്ന് കണ്ടെത്തി. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ, നിങ്ങളടക്കം പല മാധ്യമങ്ങളും ആ വാർത്തയെ വളരെ ചുരുക്കി, അതിനെ ഒന്നുമല്ലാത്ത രീതിയിൽ അതിനെ ലഘൂകരിച്ച് അതിവിടെ ഒതുക്കി വെച്ചു. കുഴപ്പമില്ല, താങ്കൾ പറയുന്നത് പോലെ ഒതുക്കി വെക്കുന്നതല്ലോ. അതിന് കൃത്യമായി താങ്കൾ പറയുന്നത് പോലെ അത് ഇത്തരത്തിലൊരു സ്ഫോടനത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തോടെയാണ് കൊണ്ടുവന്നത് എന്നതിന് തെളിയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ ശ്രീ ജോമോൻ? അഭിലാഷ്, ഞാൻ പറഞ്ഞു വന്നത്, എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ മറുവാദങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അതിലൊരു തർക്കവുമില്ല ശ്രീ ജോമോൻ. ഞാന് ഈ ഒരു
ഈരാറ്റുപേട്ടയിൽ ഈ വിഷയം മാത്രമല്ല അഭിലാഷ്, ഇത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്റെ ഒരു നേരിട്ടുള്ള ഒരു അനുഭവം. ഞാൻ ഒരിക്കൽ സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ദമാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അരമണിക്കൂറുള്ളൂ അവിടെ ഖത്തീഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. അവിടെ എന്റെ കൂടെ ഒരു സൗദി പൗരനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഈ അതിർത്തി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ കാണുന്ന വലിയ പാറ്റൻ ടാങ്കുകളും വലിയ മിഷനറീസ് ഒക്കെ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങള് എന്റെ കൂടെ ഉണ്ടായിരുന്ന സൗദി ഇംഗ്ലീഷിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ സൗദി അറേബ്യയിൽ കുറച്ച് വിഭാഗമുള്ളൂ ഈ ഷിയ എന്ന് പറയുന്ന ഞങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ കുറച്ചു കാലം മുമ്പ് ഒറ്റ രാത്രിയിൽ 1500 ആളുകളെ സുന്നി യുവാക്കാർ വന്ന് കൊന്നു, എന്റെ കുടുംബക്കാരും അതിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഭിലാഷേ, ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. ഇപ്പൊ വന്നത് പാകിസ്ഥാനിലെത്തി. ഇത് വലിയൊരു ദൈവഭാഗ്യം കൊണ്ടല്ലേ ഇന്ത്യയിലേക്ക് എത്താത്ത. നമുക്ക് സമാധാനം വേണ്ടേ അഭിലാഷേ? നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് നമ്മളിപ്പോ 29 ബാങ്ക് അക്കൗണ്ടിലൂടെ 360 കോടിയോ 100 കോടിയോ 500 കോടിയോ ഒക്കെ ഇവര് മാറ്റുന്നതും അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് മാത്രം പറഞ്ഞ് ഈ വിഷയത്തെ ലഘൂകരിക്കരുത്. ഇവിടെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനയെ യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ ഇതിനെ പൊളിച്ചെടുക്കണം. ഞാൻ പറയുന്നത് യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ ഇത്തരത്തിലുള്ള ഒരു സംഘടനകൾക്കും പിന്തുണ കൊടുക്കരുത്. ഇത്തരത്തിലുള്ള ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ SDP കുറിച്ച് കേരള ഹൈക്കോടതി 2022 പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാ, ഞാൻ ആ വാചകം എഴുതിയെടുത്തിട്ടുണ്ട്. കാരണം അത് ഒരുപക്ഷെ അഭിലാഷ് ചോദിച്ചാൽ പറയാൻ വേണ്ടി എഴുതിയെടുത്ത്. അത് ഇങ്ങനെയാ വാചകം: SDP and PFI extremist outfits indulging in serious acts of violence but that they are not banned organizations. എന്താണെന്നറിയോ, അന്ന് ഇത് പറയുന്ന സമയത്ത് അത് ഹൈക്കോടതി തന്നെ പറയാണ്, എന്തോ ഇതുവരെ ഈ ഓർഗനൈസേഷൻ ഒന്നും ഇവിടെ ബാനഡ് അല്ല, പക്ഷേ ഗൗരവകരമായ അല്ലെങ്കിൽ തീവ്രമായ ആശയം അല്ല. അതാ ഞങ്ങൾ പറഞ്ഞേ, ഇതിനെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴാണ് പ്രശ്നം. കേരളീയ സമൂഹമോ അല്ലെങ്കിൽ പലരും ഇത് BJP വിരോധം കൊണ്ട് ഇതിനെ അങ്ങനെയല്ല ശ്രീ ജോമോൻ തൃക്കാലക്കൽ. അതായത് താങ്കൾ പറയുന്നത് പോലെ ബിജെപിയുമായി ബന്ധപ്പെട്ട വിഷയമായില്ല. എന്റെ സംശയം എന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്നതിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം ഇതിപ്പോൾ കേരളത്തിലടക്കം നടന്നിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ അറിയാം. തൊടുപുഴയിൽ ഉണ്ടായിട്ടുള്ള അധ്യാപകന്റെ കൈവിട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിലും സ്വാഭാവികമായും ആ സംഘടനയുമായി ബന്ധപ്പെട്ടവർ അതെല്ലാം നിഷേധിക്കുന്നുണ്ടാകാം. പക്ഷെ ഇവിടെ SDPI എന്നത് ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ആ രാഷ്ട്രീയ സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളടക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ത്രിതല പഞ്ചായത്തുകളിൽ ആണ് എങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് നേരെയാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ED ഉന്നയിക്കുകയും കണ്ടെത്തിയെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. അഭിലാഷേ, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഞങ്ങള് നാളെ SDP നിരോധിച്ചാൽ ഇവർ മറ്റൊരു പേരുമായി വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവിടെ NDF, സിമി ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ നിരോധിച്ചതിന് ശേഷമാണ് ഇവർ PFI വരുന്നത്. 2006 PFI വരുന്നു. വീണ്ടും ഇവർ ജനങ്ങളിലേക്ക് ഇവരുടെ ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടി 2009 ഇവർ SDP എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയ സംഘടനയുമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പൊ അഭിലാഷേ, ഇത് ഇനിയിപ്പോ നാളുകളിൽ ഞങ്ങൾ ഇപ്പൊ ഈ SDP നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തീവ്രവാദ സംഘടനയായിട്ട് ഇവർ മുന്നോട്ട് വരും. ഇത് ഗൗരവകരമായ വിഷയമാണ്. ഇത്തരത്തിലുള്ള ഞാൻ വളരെ 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 താഴ്മയോടുകൂടി ഇവിടുത്തെ ഇസ്ലാം മത സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളെ ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കരുത്. ഇവരുടെ ഏറ്റവും താങ്കളത് പറയാൻ അങ്ങനെ ഇസ്ലാമിക സഹോദരങ്ങൾ ആരും മുസ്ലിം എന്നുള്ള പേര് അല്ലെങ്കിൽ അതിനെ സാമാന്യവൽക്കരിച്ച് നമ്മൾ പറയേണ്ടതില്ലല്ലോ. SDPI എന്ന സംഘടനയ്ക്ക് എത്രത്തോളം അംഗബലമുണ്ട്, അത് രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിൽ പോലും എത്രത്തോളം അംഗബലമുണ്ട് എന്നൊക്കെ നമുക്കറിയാമല്ലോ. കേരളത്തിൽ SDPIക്ക് എത്രത്തോളം കരുത്തുണ്ട്, അത് ചില മേഖലകളിൽ ചില പോക്കറ്റുകളിൽ അവർ ശക്തരാണ് എന്നത് മാറ്റി നിർത്തിയാൽ കേരളത്തിന്റെ ഒരു പൊതു ചിത്രം പരിശോധിച്ചാൽ താങ്കൾ ഈ പറയുന്നത് പോലെ അങ്ങനെ ഇസ്ലാം സഹോദരങ്ങളോട് അപേക്ഷിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഇല്ല, അങ്ങനെ ഞാൻ അങ്ങനെ നിസ്സാരവൽക്കരിക്കരുത് അഭിലാഷ. കാരണം എന്താണെന്ന് അറിയുമ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കയ്യിലിരുന്ന ഒരു സീറ്റ്, നമ്മുടെ കേരളത്തിൽ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന ഒരു സീറ്റിൽ 462 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ SDPI ജയിച്ചു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്?
ഇവിടെ ആരാ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്? അപ്പൊ ഇവരിങ്ങനെ വളർന്നു വരുമ്പോ ഇത് അവര് തന്നെ ഉള്ളിൽ ചിന്തിക്കും, നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് മലയാളി സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ഇവിടുത്തെ അല്ലെങ്കിൽ LDF UDF പോലെയുള്ള സംഘടനകൾ, അല്ലെങ്കിൽ പോരുവഴി പഞ്ചായത്ത്, അങ്ങനെ 100 കണക്കിന് പഞ്ചായത്തുകൾ എടുത്താൽ ഇവർ ഒരുമിച്ച് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. അപ്പൊ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. യെസ്, എന്തായാലും ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ശ്രീ മിഥുൻ വിജയകുമാർ